അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ കാസർഗോഡൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ് കേട്ടോ. കാസർഗോഡൻ കറികളൊക്കെ പല കറികളും എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതൊക്കെ കുറേ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത്. കുറച്ച് മാറ്റം ഉണ്ടാകും. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾമോസ്റ്റ് 1 കിലോ നമ്മുടെ വൈറ്റ് പംകിന്. അപ്പോൾ ഈ ഒരു വൈറ്റ് പംകിന് ഞങ്ങൾ ചരങ്ങ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതിന് ശരിക്കും എന്താ പറയുക, അപ്പോൾ ഇത് ചെറുതായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് പംകിന് പകരം വെള്ളരിക്ക വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4 കപ്പോളം എടുത്തിട്ടുണ്ട്. 1 കിലോ പംകിനാണ് കേട്ടോ എടുത്തത്. അപ്പോൾ വൈറ്റ് പംകിനാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഇതിലോട്ടൊരു 1/4 കപ്പ് തുവർ ദാൾ, അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം തുവർ ദാളിന് പകരം മറ്റേ നമ്മുടെ പയറില്ലേ, വെളുത്ത പയർ, ആ വെളുത്ത പയർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ പ്രൗൺസ്, ഉണക്ക ചെമ്മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റിലൊക്കെ മാറ്റം വരും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേ വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അങ്ങനെ കുറേ നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ കുറേ വെള്ളം ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് അരപ്പൊക്കെ ചേർക്കുമ്പോൾ കറി ലൂസായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. വെന്ത് ഒന്ന് ഉടഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ടിത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയാണ് കേട്ടോ. ഒരു തേങ്ങയും വേറൊരു തേങ്ങയുടെ പകുതിയും. പിന്നെ വേണ്ടത് വറ്റൽമുളക് നമുക്ക് ചേർക്കാതെയും നമുക്ക് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് മല്ലി, പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഒരു 3-4 വെളുത്തുള്ളി അല്ലി. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കണ്ട, അരഞ്ഞ് വരുമ്പോഴേക്കും അവസാനം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഒഴികെ ബാക്കിയെല്ലാം ഈ തേങ്ങയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ തേങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്രൈൻഡറിലാണെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ബ്ലെൻഡറിലിട്ടിട്ട് ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് അരച്ചെടുത്താൽ മതി. 2 ബാച്ചായിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, നമുക്ക് അരഞ്ഞ് വരുമ്പോഴേക്കും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം ലൂസാക്കിയിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ, കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ചരങ്ങ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉടഞ്ഞ് വരുന്ന പരുവത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലോട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറേ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അപ്പോൾ അധികം ലൂസാക്കി എടുക്കണ്ട. പിന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഒന്നും കൂടി ഇതിനേക്കാളും തിക്കായിട്ട് വരും. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിള വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ ഒക്കെ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ലൂസായിട്ടുള്ള കറിയല്ല കേട്ടോ, ഇങ്ങനെ ഒരു തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഈ ഒരു കറിയുടെ കൂടെ മീൻ ഫ്രൈ അല്ലെങ്കിൽ നമ്മുടെ ഉണക്ക തരണ്ടി ഇല്ലേ, ആ ഒരു മീൻ ഫ്രൈ ഒക്കെ നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറിയുടെ കൂടെ. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ, ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഞങ്ങളൊരു കാസർഗോഡൻ കടുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും, കാസർഗോഡൻ ഒരു അപ്പം. അപ്പോൾ ആ ഒരു കടുമ്പും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ അപ്ലോഡ് ആക്കാം. അപ്പോൾ ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, പാകത്തിനായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്